നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വരുന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലപ്പാട് 19-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. തൃശൂർ മാന്നാമംഗലത്ത് വീട്ടിലെ കിണറ്റിൽ മ്ലാവ് വീണു. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ കല്ലേറ്. വാർത്തകൾ വിശദമായി. വരുന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ. അർച്ചനയെ ഭർത്താവ് ഷാരോൺ മർദ്ദിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു. അർച്ചന പഠിച്ചിരുന്ന കോളേജിന്റെ മുൻവശത്ത് വെച്ച് ഷാരോൺ മർദ്ദിച്ചിരുന്നു. സംഭവം കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ അർച്ചനയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. 6 മാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിൽ പ്രണയവിവാഹം നടന്നത്. ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല എന്ന് പിതാവും ഹരിദാസ് ആരോപിച്ചു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചന തീ കൊളുത്തി മരിച്ചത്. ഭർത്താവിന്റെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷാരോണിന്റെ സഹോദരിയുടെ കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ ഷാരോണിന്റെ അമ്മ പോയി തിരിച്ചു വന്നപ്പോഴാണ് അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടത്. അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. സംഭവത്തിൽ അർച്ചനയുടെ ഭർത്താവ് ഷാരോണിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. 6 മാസം മുമ്പ് വിവാഹിതയായ അർച്ചന ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം ശാരീരിക പീഡനം ഉൾപ്പെടെ നേരിട്ടിരുന്നതായി പരാതിയിൽ പറയുന്നു. ഷാരോണിന്റെയും അമ്മയുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30ഓടെയാണ് തളിയക്കോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം. ഇരിഞ്ഞാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി വിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. വിമി തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി പുറത്തു പോയിരുന്നു. ഭർത്താവ് ബിജേഷ് വിദേശത്താണ്. വയോധികയായ അമ്മയും 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കല്ലേറിനെ തുടർന്ന് അമ്മയും മക്കളും ഭയചകിതരാകുകയും ഉടൻ തന്നെ വിമിയെ ഫോണിൽ ബന്ധപ്പെടുകയുമായിരുന്നു. നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരം അറിയിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലപ്പാട് 19-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കയ്പമംഗലം ചാപ്പള്ളിപ്പുറം മത്സ്യത്തൊഴിലാളി സംഘം ഹാളിൽ നടന്ന കൺവെൻഷൻ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി ചെയർമാൻ ലാൽ കച്ചിലം അധ്യക്ഷനായി. വാർഡ് കമ്മിറ്റി കൺവീനർ PA കാർത്തികേയൻ സ്വാഗതം ആശംസിച്ചു. 19-ാം വാർഡ് സ്ഥാനാർത്ഥി സബിത പൈച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് കഴിമ്പ്രം സ്ഥാനാർത്ഥി താരാ ബാബു, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അമൽ T പ്രേമൻ, വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കിഷോർ വാഴപ്പള്ളി, ഇടതുപക്ഷ മുന്നണി നേതാക്കളായ PA രാമദാസ്, PD ലോഹിദാസ്, PA ലാശ, PK രാജീവ്, ഗിരീശൻ KD തുടങ്ങിയവർ പ്രസംഗിച്ചു. ദാസൻ AV കൺവെൻഷന് നന്ദി അറിയിച്ചു. വലിയ ദേശീയ നേതാവൊന്നുമല്ല നമ്മുടെ സ്ഥാനാർത്ഥി. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് ആയിട്ടുള്ള പ്രവർത്തനം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, നമ്മളൊക്കെ സാധാരണ നമ്മുടെ പാർട്ടിക്കാരൊക്കെ സംസാരിക്കാതെ സർവ്വദേശീയ ദേശീയ നേതാക്കന്മാരൊക്കെ ഉള്ളവരൊക്കെയാണ് സ്ഥാനാർത്ഥിയാക്കുക. അതൊന്നല്ല. നമ്മുടെ അവിടെയുള്ള കൂട്ടുകാർ വിളിച്ചു പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, നമുക്ക് പരിചയപ്പെടണം എന്ന് പറയേണ്ടായി. തൃശൂർ മാന്നാമംഗലത്ത് വീട്ടിലെ കിണറ്റിൽ മ്ലാവ് വീണു. മുട്ടംകുളം സ്വദേശി ഫിലിപ്പിന്റെ വീട്ടിലെ കിണറ്റിലാണ് മ്ലാവ് വീണത്. വനം വകുപ്പ് റെസ്ക്യൂമാർ സ്ഥലത്തെത്തി മ്ലാവിനെ കരയ്ക്ക് കയറ്റി. റെസ്ക്യൂ വാച്ചർ ലിജോ, അജീഷ്, സർപ്പ വാളണ്ടിയർ ആനന്ദൻ, മനു എന്നിവർ ചേർന്നാണ് മ്ലാവിനെ രക്ഷപ്പെടുത്തിയത്. പഴയന്നൂർ പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം നിയന്ത്രണം തെറ്റിയ കാർ വൈദ്യുത തൂണിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം.
പഴയന്നൂർ വടക്കേത്തറ NSS സ്കൂളിന് സമീപം KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു. വടക്കഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് ടോറസ് ലോറിയിൽ ഇടിച്ചത്. KSRTC ബസിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു. ആർക്കും സാരമായി പരിക്കില്ല. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വായ്പ തിരിച്ചടച്ചിട്ടും വ്യാജരേഖ ഉണ്ടാക്കി ആധാരം തിരിച്ചു നൽകാതെ കാഴ്ച പരിമിതനെ കബളിപ്പിച്ചുവെന്ന് പരാതി നൽകിയ ആൾ വെണ്ണൂർ സഹകരണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മേലാടൂർ സ്വദേശി കൂട്ടാലപ്പറമ്പിൽ കുമാരനാണ് സമരം നടത്തിയത്. ഇയാളുടെ പരാതിയിൽ ബാങ്ക് ജീവനക്കാരനായ 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കുമാരൻ അറിയാതെ 2009 മുതൽ വ്യാജരേഖ ഉണ്ടാക്കി വീണ്ടും പണയം വെച്ച് 15 ലക്ഷം രൂപ എടുത്തുവെന്നാണ് പരാതി. കുമാരന്റെ കുത്തിയിരിപ്പ് സമരത്തിന് പിന്തുണയുമായി CPM നേതാക്കളും എത്തി. എന്നാൽ കുമാരന്റെ വായ്പ ഇപ്പോഴും കുടിശ്ശികയാണെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. ഇക്കാര്യത്തിൽ നൽകിയ പരാതിയും ആരോപണങ്ങൾ ഗൂഢാലോചന ആണെന്ന് ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും നേരത്തെ വ്യക്തമാക്കി. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മേലെ പട്ടാമ്പി സ്വദേശി വയസ്തൊടി വീട്ടിൽ സുബേറിനെയാണ് ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച കച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ആയിരുന്നു സംഭവം. ചൊവ്വന്നൂർ വെളുത്തുരുത്തി ചിറയേളത്ത് മുകുന്ദൻ സുജാത ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സുബേർ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായിട്ടും കാർ നിർത്താതെ സുബേർ കടന്നു കളഞ്ഞു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പട്ടാമ്പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. SI ആസിഫ്, CPOമാരായ പ്രവീൺ, നിബിൻ, അലക്സ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരാതികൾ നൽകാൻ സംവിധാനം ഒരുക്കി. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ പൊതു നിരീക്ഷകന് നൽകാം. പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും 9447039773 എന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ മുഖേനയോ നൽകേണ്ടതാണ്. വീട്ടിലേക്ക് നാടൻ ബോംബെറിഞ്ഞ കേസിലെ പ്രതി പിടിയിൽ. പെരുവാംകുളങ്ങരയിലുള്ള യുവാവിന്റെ വീട്ടിലേക്ക് നാടൻ ബോംബ് എറിഞ്ഞ ശേഷം ഒളിവിൽ പോയ പ്രതിയായ പൂത്തോൾ സ്വദേശിയായ താനിക്കൽ വെട്ടിൽ ആകാശ് എന്നയാളെയാണ് ഒല്ലൂർ പോലീസ് പിടിയിലായത്. 2025 ജൂൺ 20 രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പെരുവാംകുളങ്ങരയിലുള്ള നിതിൻ എന്നയാളുടെ വീട്ടിലേക്ക് രാത്രി 11 മണിയോടെ കാറിലെത്തിയ ഒരു സംഘം ആളുകൾ നാടൻ ബോംബ് എറിഞ്ഞ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ചന്ദ്രാപ്പിനി 17-ാം കല്ല് ശ്രീ സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് പള്ളിപ്പറമ്പിൽ സതീഷിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട പകൽക്കാവടി 11:30 ക്ഷേത്ര സന്നിധിയിലെത്തി. കോട്ടപ്പടി ഉണ്ണിക്കുട്ടൻ ആൻഡ് ടീമിന്റെ തകിൽ വാദ്യവും നന്മ ചാലക്കുടിയുടെ ബാൻഡ് സെറ്റും പൂക്കാവടികളുടെയും പീലിക്കാവടികളുടെയും മാറ്റുകൂട്ടി. വൈകിട്ട് നടന്ന പകൽ പൂരത്തിൽ ബ്രഹ്മണ വീട്ടിൽ ഗോവിന്ദൻകുട്ടി ഭഗവാന്റെ തിടമ്പേറ്റി. ക്ഷേത്രം പ്രസിഡന്റ് അനീഷ് മഠത്തിൽ, സെക്രട്ടറി ചന്ദ്രൻ ഇല്ലത്ത്, ട്രഷറർ ദിനേശ് മാരാത്ത്, ക്ഷേത്രം തന്ത്രി ഹരിശാന്തി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ഷഷ്ടി മഹോത്സവത്തിൽ പങ്കുചേർന്നു. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഈ മാസം നവംബർ 29 രാവിലെ 10 മണിക്ക് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 നവംബർ 29 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ശാഖാ പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് പ്രാർത്ഥന ഹാൾ ഉദ്ഘാടനവും നടത്തും. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ്, സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, വനിതാ സംഘം സെക്രട്ടറി ശ്രീജ മൗസമി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാശങ്കർ VP, ചാവക്കാട് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റ് വിനോദൻ നെല്ലിപ്പറമ്പിൽ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് നാട്ടിക SN ഹാളിൽ നടക്കുന്ന ശാഖ ഭാരവാഹികളുടെയും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ഭാരവാഹികൾ എന്നിവരുടെ സംഗമവും വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും.
നാട്ടിക മണപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച CPIയുടെ മുൻകാല പ്രവർത്തകനായിരുന്ന PK പുഷ്പാകതന്റെ 8ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും ആങ്ങണ്ടൂർ KS കൃഷ്ണ സ്മാരക മന്ദിരത്തിൽ നവംബർ 28-ന് വെള്ളിയാഴ്ച രാവിലെ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയുള്ള പുരസ്കാരം മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും അംഗീകാരം നേടിയ റിട്ടയർഡ് ജയിലർ നെടുപറമ്പിൽ ഗീത ബൈജുരാജിന് നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ PK രാജേശ്വരൻ, കൺവീനർ ബിനീഷ് ചില്ലിക്കൻ, ട്രഷറർ പ്രമോദ് PP, സജി TA എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരുന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലപ്പാട് 19ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. തൃശൂർ മാന്നാമംഗലത്തെ വീട്ടിലെ കിണറ്റിൽ മ്ലാവ് വീണു. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ കല്ലേറ്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.